നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. പ്രിയങ്കരനായ നമ്മുടെ സിനിമാ നടൻ മമ്മൂട്ടി അവരുടെ ഫാദർ ഇൻ ലോ മരിച്ചു. ഈ സമയത്ത് കൊച്ചി ചെമ്പട്ടപ്പള്ളിയിൽ ആ മൃതദേഹം അടക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നതോടൊപ്പം തന്നെ പടച്ചവനെ അള്ളാഹുവേ അങ്ങയുടെ എല്ലാ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. മറ്റൊന്ന്, സിനിമാ നടി ചാർമിളയുടെ സഹോദരി പെട്ടെന്നുള്ള നിര്യാണം പെട്ടെന്ന് അന്തരിച്ചു. ആ സഹോദരി ആത്മാവ് നിത്യശാന്തി നേർന്നു. ബഹുമാന്യരെ, നമ്മുടെ കടലിൽ തുടർച്ചയായിട്ട് കപ്പൽ അപകടം ഉണ്ടാകുന്നു. ഒന്ന് കൊച്ചിയിൽ, ഇപ്പോൾ ഒന്ന് ബേപ്പൂരടുത്ത്. രണ്ടും മാരകമായ വിഷയങ്ങളും മറ്റ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊക്കെയാണ് പോകുന്നത്. അത് കടലിലെത്തും. ഇതിനെക്കുറിച്ചൊരു ചെറിയ ഒരു വർഗീയവാദി പറഞ്ഞത്, ഇവിടെ മത്സ്യത്തൊഴിലാളികളുണ്ട്. ഈ സമയമാണ് ഈ മത്സ്യബന്ധന നിരോധനം, അവർ പ്രജനന സമയമാണ്. നമുക്ക് ഈ മാസം 9 മുതൽ ഇനി അടുത്ത മാസം 52 ദിവസമുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ മാലിന്യങ്ങൾ കടലിൽ വീണ് കഴിഞ്ഞാൽ കുറേ മത്സ്യങ്ങൾ ചത്തുപോകാം, കുറേയൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉൾക്കടലിലേക്ക് പോകാം, കുറേയൊക്കെ പിടിച്ച് മനുഷ്യൻ കഴിക്കും, മനുഷ്യൻ ചിലപ്പോൾ ആകത്ത് വന്നേക്കാം. അതിൽ നിന്ന് മനസ്സിലാകുന്നത്, ഈ നമ്മുടെ കടലിൽ സാധാരണ ബോട്ടുകൾ പോകുന്നൊരു 30-40 മാക്സിമം 50 കിലോമീറ്റർ വരികയാണ്. നോട്ടിക്കൽ മൈലിൽ 50 കിലോമീറ്റർ, നോട്ടിക്കൽ മൈലിൽ വ്യത്യാസം വരും. ഏതാണ്ട് ആ അകലത്തിലാണ് ഈ 2 കപ്പലുകളും അപകടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള മത്സ്യങ്ങൾ കുറേ ചത്തുപോകുക, കുറേ ഉൾക്കടലിലേക്ക് പോകാം, അല്ല മത്സ്യസമ്പത്ത് കുറയും. ഈ മത്സ്യസമ്പത്ത് കുറഞ്ഞാൽ അതിൻ്റെ പേരിൽ മൊത്തത്തിൽ ദാരിദ്ര്യം അനുഭവിക്കാം. പ്രത്യേകിച്ച് മത്സ്യബന്ധന തൊഴിലാളികൾക്കും പട്ടിണിയാകാം. ഇപ്പോൾ റബ്ബറിന് വടക്കേന്ത്യ ലോബി റബ്ബറിന് വില കുറച്ചതിൻ്റെ ഫലമായിട്ട് കേരളത്തിലെ റബ്ബർ ഉൽപ്പാദനം മെയിൻ കേരളമാണല്ലോ, ഒരു പ്രത്യേക സമുദായത്തിന് അത് ക്ഷീണം കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതുപോലെ ഈ മത്സ്യത്തൊഴിലാളികളിലും 2 ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൂടുതൽ. ഭൂരിപക്ഷ സമുദായത്തിൽ പറയുന്ന ധീവര എന്ന് പറയുമെങ്കിൽ ധീവരമല്ലോ കുറച്ചുള്ളൂ. അങ്ങനെയൊക്കെ ചിന്തിക്കാം. ഇതിനേക്കാൾ ഉപരി ഞാനീ പറഞ്ഞ ഭാഷ എനിക്ക് കേട്ടറിവാണ്. ഞാൻ എന്തുമാത്രം ശരിയെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഞാൻ എൻ്റെ അഭിപ്രായമല്ല, ഒരു കേട്ടറിവ് മാത്രമാണ്. ഇതിനേക്കാൾ ഉപരി 40 വലിയ യാനങ്ങൾക്കാണ് മത്സ്യബന്ധന കപ്പലുകൾ, വലിയ കൂറ്റൻ കപ്പലുകൾ പിടിക്കാൻ ലൈസൻസ് കൊടുക്കുന്നതാണ് ഇന്ത്യ ഗവൺമെൻറ്. അതൊന്നും മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ്, മോഡിയല്ലത്. അതിലൊരു 4000-5000 വൻ കപ്പലുകൾ നമ്മുടെ കടലിന് ഉൾക്കടലിൽ മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് മത്സ്യം പിടിച്ചോണ്ടിരിക്കുക. അത് ചെറിയ ഒടങ്കൊല്ലി വല എന്ന് പറയും, അടക്കംകൊല്ലി വല. അത് കുഞ്ഞു പേര് കിട്ടും. എന്നിട്ട് അത് ബാക്കിയെല്ലാം വേസ്റ്റായിട്ടും ഭക്ഷണമായിട്ടും ഈ പട്ടി പൂച്ച തീറ്റൊക്കെ ആയിട്ടും വളമായിട്ടും ഉപയോഗിക്കുകയാണ്. അത് കടലിൽ വെച്ച് തന്നെ അവർ കച്ച് നടത്തിയിട്ട് ചെറിയ കപ്പൽ വെച്ച് പോവാണ്. ഗവൺമെൻറ് യാതൊരു ബന്ധവുമില്ല, ടാക്സിലോ ഒന്നുമില്ല. അവർക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുത്തത് 1 ലിറ്റർ ഡീസല് 2 രൂപ നിരക്കാണ്. ഞാൻ കേട്ട് മുഴുവൻ ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, കേട്ട കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് വിലയിരുത്താം. അതേസമയം നമ്മൾ മീൻപിടുത്തം പോകുന്ന സാധാരണ ഈ മീൻപിടുത്ത തൊഴിലാളികൾക്ക് കിട്ടുന്ന അതിനേക്കാൾ എത്രയോ ഇരട്ടി വിലക്കാം. അപ്പം അതിൻ്റെ ഒരു സാധ്യത ഉണ്ടോ എന്നുകൂടി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളും ശാസ്ത്രജ്ഞന്മാരും പഠിച്ചാൽ
തെറ്റില്ലെന്നൊരു അഭിപ്രായമുണ്ട്. മറ്റൊന്ന്, നമ്മൾ നിലമ്പൂർ ഇലക്ഷനിൽ കിടന്നാൽ, ഞാൻ പറഞ്ഞില്ലേ, കളമശ്ശേരിയിൽ ഒരാളെ ചക്കര എന്ന് കളിയാക്കി. അതിന് കളിയാക്കി സഹിക്കാൻ പറ്റാൻ വന്നപ്പോൾ അവൻ ഒരു വലിയ തുടിക്കട തുടങ്ങി കളമശ്ശേരിയിൽ. ഇപ്പോഴെ തുടിക്കണ്ട്, ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ പുള്ളി ചക്കരാസ്തി പേരിട്ട്. ചക്കരാസ്തി പേരിട്ടോടി പിന്നെ അവരെ കളിയാക്കുന്ന രീതി പോയി. അതുപോലെ UDF ഏതെങ്കിലും മറ്റുള്ള ദൃഷ്ടിയിൽ വർഗീയമാണ്, തീവ്രമാണെന്ന് പാർട്ടികൾ സഖ്യം ഉണ്ടാക്കിയാൽ, ഇവിടെ LDFിനെ അനുകൂലിക്കുന്ന INLലും ഒക്കെ UDFിനെയും കോൺഗ്രസിനെയും വളരെ മോശമായിട്ട്. ഇന്ന് INL അബ്ദുൽ വഹാബ് സാഹിബെ, നിങ്ങളെനിക്കറിയാം, നിങ്ങൾ INL ഇപ്പോൾ LDFിൽ നിൽക്കുകയാണ്, LDF അനുകൂലമായിട്ട് സംസാരിക്കണം, അതൊന്നും തെറ്റില്ല. പക്ഷെ നിങ്ങൾ പറയുന്ന വ്യാഖ്യാനങ്ങളൊന്നും യോജിക്കുന്നില്ലല്ലോ INL സാഹിബ്. അതിന് ചില സംഭവങ്ങൾ കേൾക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും മുസ്ലിം ലീഗും കോൺഗ്രസുള്ള മെയിൻ, ബാക്കികൾ കോൺഗ്രസ് അതിലുള്ളൂ, അവർക്ക് ശക്തമായ ചുട്ട മറുപടി LDFിനോ അല്ലെങ്കിൽ ഈ കക്ഷികൾ കൊടുക്കുന്നില്ല. അതെന്താ ചെയ്യേണ്ടവർ? ഒറ്റ കാര്യം ചെയ്താൽ മതി. KPCC പ്രസിഡന്റ് അല്ലെങ്കിൽ UDFിൻ്റെ ചെയർമാൻ, പ്രതിപക്ഷ നേതാവ് ഒരൊറ്റ പ്രസ്താവന കൊണ്ട് അവരുടെ വായെല്ലാം അടക്കാം. അതെന്താണ് ആ പ്രസ്താവന? ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിന്റെ പ്രസിഡന്റിൽ പറയണത് എന്താണ് ആ പ്രസ്താവന? കേട്ടോ, UDFും ലീഗും അല്ലെങ്കിൽ കേരള കോൺഗ്രസും കേട്ടോ, ഒരു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJPയും ഒഴിച്ചുള്ള എല്ലാ പാർട്ടിയായിട്ട് ഞങ്ങൾ സഖ്യത്തിലാകും, അല്ലെങ്കിൽ സഖ്യത്തിലാകാം. ഒരിക്കലും പറയാം, കേരളത്തിൽ BJPയും CPM ഒഴിച്ചുള്ള ബാക്കി എല്ലാ പാർട്ടികളായിട്ട് UDF സഖ്യത്തിലാകാം. മറ്റൊന്ന്, കേന്ദ്രത്തിൽ BJP ഒഴിച്ചുള്ള ബാക്കി എല്ലാ കക്ഷികളുമായിട്ട് സഖ്യത്തിലാകാം. ഈ 2 പോയിന്റ് വളരെ വ്യക്തവും വസ്തുനിഷ്ഠവും സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ ഒരു പ്രസ്താവന നടത്തിയാൽ, ചക്രാസൂചി കളിയാക്കിയതുപോലെ ഇല്ല, അവരൊക്കെ വായിൽ വെല്ലും. ഇന്നലെ വരെ PDP വർഗീയ പാർട്ടി മാത്രം തീവ്ര പാർട്ടിയായിട്ട് പറഞ്ഞാൽ വാസ്തവത്തിൽ മതിലൊന്നും പറയുന്നില്ല. എത്തിയാൽ ഇപ്പൊ തീവ്ര സ്വഭാവം പറഞ്ഞോളൂ, ശരിയാ, അത് അണികളെ പിടിച്ചെത്താൻ വേണ്ടി അദ്ദേഹത്തിന് വേണ്ടത്ര പക്വതയില്ലാത്ത പറഞ്ഞാണ്. എന്നല്ല എങ്കിലും എന്താ പറഞ്ഞോണ്ടിരുന്നത്? തീവ്രവാദ പാർട്ടി, വർഗീയ പാർട്ടി. ജമാഅത്ത് ഇസ്ലാമി സഖ്യം ഉണ്ടാക്കിയില്ലേ? മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ LDF പാർട്ടി എത്ര പ്രാവശ്യം കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ സഖ്യം ഉണ്ടാക്കി. ഇന്നിപ്പോൾ കത്തോലിക്ക കോൺഗ്രസ്, ആരാണ് ഈ കത്തോലിക്ക കോൺഗ്രസ് ചോദിച്ചാൽ, കത്തോലിക്ക സഭ എന്നുണ്ട്, അത് കേരളത്തിൽ ഒരുവിധം ശക്തിയുള്ള സംഘടനയാണ്. കത്തോലിക്ക കോൺഗ്രസിൻ്റെ ശക്തി നമുക്കറിയില്ല. എന്നാലും ഒരു പറഞ്ഞത്, ഇങ്ങനെ ജമാഅത്ത് ഇസ്ലാമി കോൺഗ്രസ് നയിക്കുന്ന UDF ബന്ധം സ്ഥാപിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് അമർഷമുണ്ട്. എന്തോ കത്തോലി, നിങ്ങൾക്ക് സംഘപരിവാറിനെ സപ്പോർട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. സംഘപരിവാറിനെ നയിക്കുന്ന RSSും ജമാഅത്ത് ഇസ്ലാമിൽ താരതമ്യ പഠനം നടത്തിയാൽ, ജമാഅത്ത് ഇസ്ലാമി തികച്ചും സത്യസന്ധമാണെന്നോ അല്ലെങ്കിൽ ദേശീയ പാർട്ടിയൊന്നും ഞാൻ പറയുന്നില്ല, പോരായികളൊക്കെ ഉണ്ട്. പക്ഷേ അടിസ്ഥാനപരമായിട്ടിരുന്നാൽ ഞങ്ങൾ അന്നും മൊയ്തീൻ ഷായുടെ പ്രസ്ഥാനം പറയുന്ന ഒരു കാര്യമുണ്ട്, ശ്രദ്ധിച്ചു കേൾക്കണം. ന്യൂനപക്ഷ വർഗീയത നാടിന് ആപത്തല്ല, പക്ഷേ ന്യൂനപക്ഷ വർഗീയത ഉണ്ടായാൽ ഭൂരിപക്ഷ വർഗീയത ഉണ്ടാവും. ഭൂരിപക്ഷ വർഗീയത നാടിന് ആപത്താണ്. അതുകൊണ്ട് ന്യൂനപക്ഷ വർഗീയത പാടില്ല. അവിടെയാണ് നമ്മുടെ പോയിന്റ്. അതാണ് അതിൻ്റെ ഫിലോസഫി. എന്തുകൊണ്ട് ന്യൂനപക്ഷ വർഗീയത പാടില്ല? ന്യൂനപക്ഷങ്ങൾ വർഗീയ പ്രസ്ഥാനമായതുകൊണ്ടും രാജ്യത്തിന് ആപത്ത് വരില്ല. പക്ഷെ ആപത്ത് വരുന്ന എവിടെ അറിയുമോ? ന്യൂനപക്ഷ വർഗീയത വന്നു കഴിഞ്ഞാൽ ഭൂരിപക്ഷ വർഗീയത വർദ്ധിക്കും. ഭൂരിപക്ഷ വർഗീയത വർദ്ധിച്ചാൽ അത് നാടിന് ആപത്താണ്. കാരണം ഭൂരിപക്ഷം അതുകൊണ്ട് വേറൊന്നുമില്ല. അതുകൊണ്ട് ന്യൂനപക്ഷ വർഗീയത നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അത് 100% ശരിയാണ്. പക്ഷേ വർഗീയതയും തീവ്രവാദവും വംശഹത്യക്ക് പ്രോത്സാഹിപ്പിച്ച് രണ്ടാണ്.
ഈ മറുനാടൊക്കെ പറയും ഇവിടെ മുസ്ലിം രാജ്യമാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ ഞങ്ങൾ പറഞ്ഞു, ലോകത്ത് ഒരു രാജ്യത്തും ന്യൂനപക്ഷങ്ങൾ വർദ്ധിച്ച് രാജ്യം പിടിച്ചെടുത്തിട്ടില്ല. കാരണം 10 ന്യൂനപക്ഷം വളരുമ്പോൾ 100 ഭൂരിപക്ഷം വളരും, 100 ന്യൂനപക്ഷമാകുമ്പോൾ 1000. അതൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഇന്ത്യ എത്ര വളർന്നാലും അമേരിക്കയുടെ എത്താൻ പറ്റില്ല. നമ്മളൊരു 100 ഇത് മുന്നിൽ പോയാൽ അപ്പോൾ ഒരു 500 മുന്നിൽ പോകും അമേരിക്ക. ആ ഗ്യാപ്പാണത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ന്യൂനപക്ഷങ്ങൾ വിചാരിച്ചാൽ ഒരു രാജ്യത്ത് ഭൂരിപക്ഷം നശിപ്പിക്കാനോ ഒതുക്കാനോ തകർക്കാനോ ഒന്നും സാധിക്കില്ല. അത് ഫിലോസഫിയാണ് സാർ, കത്തോലിക്ക സഭയുടെ ഒക്കെ പറയാണ്. അതേ സ്ഥാനത്ത് ഭൂരിപക്ഷ വർഗീയത സംഘപരിവാർ എന്തോ ചില വിഭാഗങ്ങൾക്ക് ജീവിക്കാൻ അവസരം കൊടുക്കില്ല, ചില വിഭാഗങ്ങൾ ജീവിക്കാൻ പാടില്ല, ചില വിഭാഗങ്ങൾ ജനിച്ചത് തെറ്റാണ്. അങ്ങനെ ഇത്ര അന്ധമായ അനാചാരമായ അസത്യമായ കാര്യങ്ങളാണ് സംഘപരിവാർ പറയുന്നത്. ഇവിടെ ജനസംഖ്യ വർധനവ് അതിന് മുസ്ലിങ്ങൾ കാരണമാണ്. അങ്ങനെ എത്രത്തെ പശുമാംസത്തെക്കുറിച്ചൊക്കെ എത്രത്തെ കാര്യങ്ങൾ സംഘപരിവാർ ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഒരു സംഘപരിവാർ നേതാവും പിന്നെ നമ്മുടെ ശബരിമല അവർ തമ്മിലൊരു സംഭാഷണത്തിൻ്റെ ശബ്ദരേഖ ഞാൻ കേട്ട്. അദ്ദേഹം അവസാനം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് സംഘപരിവാർ പറയുന്ന പോയിന്റ് ശരിയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മാനസാന്തരപ്പെട്ടൊക്കെ പറയുന്നത്. എന്തുവാകട്ടെ, ഭൂരിപക്ഷ സമുദായം പറയുന്നു ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കൂടെ ജീവിക്കാൻ പാടില്ല, അവർ വംശത്ത് ചെയ്യണം, അവർ അന്നാന്ന് അവർ അധികപ്പറ്റാണ് എന്നൊക്കെ പറഞ്ഞ് നിയമം ഉണ്ടാക്കുമ്പോൾ അത് വർഗീയമായി കാണാത്ത ഈ കത്തോലിക്ക സഭയും ഈ ഇന്ത്യൻ നാഷണൽ ലീഗും ഈ ഇപ്പോൾ സമസ്തയുടെ AP വിഭാഗം, സമസ്തയുടെ AP വിഭാഗം മറ്റൊരു വെള്ളാപ്പള്ളിയാണ്. അതായത് നമ്മുടെ സമസ്ത AP വിഭാഗം എന്ന കാന്തപുരം. അന്ന് ഞാൻ കാന്തപുരത്തിൽ പറഞ്ഞു, അവിടെ കോടികൾ ചെലവഴിച്ച് ഒരു ജാഥ കാസർഗോഡ് ട്രിവാൻഡ്രത്ത് നയിച്ച്. അപ്പോൾ കാന്തപുരം നയിക്കുന്ന അപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ കാന്തപുരം സാർ, നിങ്ങൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയായിരുന്നോ അല്ല ഇസ്ലാം എന്നോ ഒരു വാക്കതിലില്ല. കാന്തപുരം എ നെയിം ഓഫ് പ്ലേസ്. കാന്തപുരം എന്നൊരു സ്ഥലത്തിൻ്റെ പേരാണ്, ഒരു ഗ്രാമത്തിൻ്റെ പേരാണ്. അത് ഇസ്ലാമായിട്ട് എന്ത് ബന്ധം? ഇസ്ലാം പേരുന്നത് നിങ്ങൾക്ക് വേണ്ടി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയാമായിരുന്നു, അല്ലെങ്കിൽ മുസ്ലിം എന്നുള്ള അർത്ഥം ഉപയോഗിക്കുക. അതൊന്നുമില്ല, വെറും കാന്തപുരം. അതാണ് നിങ്ങൾ കാസർഗോഡ് കോടികൾ പൊടിക്കുന്നത്. കാന്തപുരത്തിനും ഇവിടുത്തെ വെള്ളാപ്പള്ളി നടേശനൊക്കെ ഉള്ളൂ, അവർ ഭരിക്കുന്ന കക്ഷിയെ സപ്പോർട്ട് ചെയ്യിക്കുന്നത്. അവർ ഒരുപടി ഈ സാമ്പത്തികമായിട്ട് അല്ല വർഗീയവാദികൾ കൊണ്ടുവരാത്തൊന്നുമല്ല, സാമ്പത്തികമായിട്ട് അഴിമതി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഭരിക്കുന്ന കക്ഷിയെ അതിൽ വെള്ളാപ്പള്ളി കേന്ദ്രത്തിലും മകനിവിടെ വെള്ളാപ്പള്ളി ഇവിടെ സ്റ്റേറ്റ് പിണറായിയുടെ അടുത്തും മകന് നേരെ പിന്നെ മോഡിക്കും നേർച്ച വന്നിരിക്കുന്നത്. ഇതുപോലെ കാന്തപുരത്തിൻ്റെ AP അബൂബക്കർ മുസ്ലിയാരുടെ മകൻ പരമവിഡ്ഢി എന്ന് പറഞ്ഞു കേട്ടോ, പരമവിഡ്ഢി എന്ന് പറയും. പെണിങ്ങാലും എനിക്ക് ഇനി അവർ വോട്ട് കിട്ടിയാൽ ജയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പറയുന്നത് യാതൊരു ശാസ്ത്രീയമായിട്ട് ബന്ധമില്ലാത്ത മണ്ടത്തരമാണ്. വാപ്പ പറയുന്ന അതുപോലെ തന്നെ മണ്ടത്തരമാണ് ഇപ്പോൾ മോനും ആവർത്തിക്കുന്നത്. ബോഡി നമ്മുടെ പിണറായി പറഞ്ഞില്ലേ, ബോഡി വേസ്റ്റാണ്. ആ മുടി വിറ്റുള്ള വെള്ളം കച്ചവടം അതൊക്കെ. പിന്നെ സപ്പോർട്ട് ചെയ്യാവുന്ന കാര്യം അവർ എന്നെ ക്ഷണിച്ച് ഞാനവിടെ പോയി അവരെ വണ്ടിയിൽ കാണിച്ചത്. അവിടെ ഒരു നല്ലൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും, തെറ്റില്ല. പക്ഷെ മറ്റ് കാര്യത്തിൽ നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള കാഴ്ചപ്പാടല്ല, ഒരു അന്ധമായ കാഴ്ചപ്പാടാണ്. ഗർഭത്തിൽ 4 വർഷം പിന്നെ അങ്ങനെ പറഞ്ഞു. അവരെന്താണ് മോഡി ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യട്ടെ. അതിലവരൊരു പോയിന്റ്, രാജ്യം ഭരിക്കുന്ന കക്ഷിയെ അംഗീകരിക്കുക, സഹകരിക്കുക അല്ലെങ്കിൽ അനുകൂലിക്കുക എന്നുള്ളത് ഖുർആനും പ്രവാചകവചനം ഉണ്ടതാണ്. അത് ശരിയല്ല, തെറ്റല്ല, ശരിയാണ്. നമ്മുടെ രാജ്യം ഭരിക്കുന്ന കക്ഷി ആരെയും നമ്മൾ അവർ അംഗീകരിക്കണം, ഒരു സംശയമില്ല. അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് സപ്പോർട്ട് അവിടെ കൂടെ നല്ല അർത്ഥം. അവർ അംഗീകരിക്കാതെ അവർ ചെയ്തി അല്ലെങ്കിൽ അവർ അത് ആ ഭരണത്തെ നമ്മൾ അംഗീകരിക്കുക, ശരി, ഓക്കെയാണ്, സമ്മതിക്കുന്നു. ഇതല്ല അന്ധമായ സ്നേഹമാണ്. അത് നല്ല എൻഫോഴ്സ്മെൻറ്റ് പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് അടിക്കലും. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ജമാഅത്ത് സാഹിബ് സഖ്യം ഉണ്ടായതുകൊണ്ട്, എടോ കാന്തപുരത്തിൻ്റെ മകനെ കേരളത്തിൽ ഇന്ന് LDFും സംഘപരിവാറും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ?
ഞാൻ തികച്ചും ഇടതുപക്ഷ അനുഭാവി ഇടതുപക്ഷ സപ്പോർട്ട് ചെയ്ത പാർട്ടിയാണ് ഞങ്ങളുടെ ചേതാണെങ്കിലും ആ ഞാനും ഞങ്ങളുടെ ഗ്രൂപ്പാണ് ഇപ്പോൾ എതിര് പറയുന്നത്. കാരണം അത്ര കണ്ട് സംഘപരിവാറായിട്ട് അടുപ്പത്തിലാണ്. സംഘപരിവാറാണ് കേരളത്തിൽ ഭരണം നിയന്ത്രിക്കുന്നത്, പ്രത്യേകിച്ച് പോലീസ് വകുപ്പ്. എന്തുകൊണ്ടാണ് ഈ പിണറായിയെ കാലത്തിന് ശേഷം അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു ഉന്നത സ്ഥാനം വരാമെന്ന് എന്നാൽ കഴിവുള്ള ആളായതുകൊണ്ട് ഇദ്ദേഹത്തെ ഒരു മൂക്കേറ് ഉണ്ട് എന്നുകൊണ്ട് ഈ ലാവലിംഗ് കേസ് ഉണ്ടാക്കിയാൽ 100 കോടി മറ്റേ അഴിമതി ചാർച്ചക്കാണ്. 40-50 പ്രാവശ്യമായിട്ട് കേസ് മാറ്റിവെച്ചു. ഒരു കേസ് 50 പ്രാവശ്യം മാറ്റിവെച്ചത് അറിയാലോ. അപ്പം അതിൻ്റെത് അത് കറുപ്പശുമായിട്ട് പിണറായി സർക്കാരിനെ തികച്ചും സംഘപരിവാർ ലോബി മൂക്കേറിട്ട് നിയന്ത്രിച്ച് ക്ഷായും ന്യായം പഠിപ്പിക്കുകയാണ്, വരക്കാണ്. ആ കൊച്ചു പെൺകുട്ടി അതിൻ്റെ മുഖത്ത് നോക്കിയാൽ ആ കുട്ടിയൊക്കെ സുഖിച്ച് കളിച്ച് ചിരിച്ചടക്കേണ്ട പ്രായമല്ലേ? അതേ വലിയ പറയട്ടോ. ആ കുട്ടീൻ്റെ എത്ര പ്രതിസന്ധി കിടത്തില്ല. ഞാൻ ചോദിക്കേണ്ട എൻ്റെ പിണറായി സഖാവ്, അങ്ങ് മുഖ്യമന്ത്രിയല്ലേ, 2 ടേമായില്ലേ? ഒരു മുഖ്യമന്ത്രിക്ക് 1 കോടി 2 കോടി വലിയ വിഷയമാണോ? 100 കോടി ഉണ്ടാക്കാൻ പറ്റും, പ്രയാസമുണ്ടോ? ഭരണത്തിന് 10% കമ്മീഷൻ ഓട്ടോമാറ്റിക് കിട്ടും ഇന്ത്യൻ അതിൽ വെച്ച് ഒരു കൊല്ലത്തിൽ എത്ര രൂപയുടെ ബഡ്ജറ്റ് ഉണ്ട്? അപ്പോൾ ഈ 1 കോടിക്ക് ഒരു മിഠായി കാശാണ്. ആ 1 കോടി 1.5 കോടിയുടെ പേരിലല്ല ആ പെൺകുട്ടിയെ എനിക്ക് മുഖത്ത് നോക്കിയിട്ട് ഇരിക്കുന്നൊരു സങ്കടം തോന്നുന്നു. ആ നിഷ്കളങ്കമായ സുന്ദരിയായ പെൺകുട്ടിയെ നിങ്ങൾ വഴിയാതാക്കി ഇപ്പോൾ ടെൻഷൻ നിർത്തിയത് എന്തിനാണ് കപ്പിച്ച് വാങ്ങിക്കുന്നത്? അല്ലെങ്കിൽ വാങ്ങിക്കാൻ ശ്രമിച്ചു, വാങ്ങിച്ച ആരോടും വന്നത്? അങ്ങേക്ക് ഒരു 10-50 ലക്ഷം അല്ലെങ്കിൽ 1 കോടിയൊക്കെ നിസ്സാരമല്ലേ? അങ്ങായതല്ല ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അത് വലിയ എമൗണ്ട്, മിഠായി കാശല്ലേ ഉള്ളൂ. എന്നിട്ട് 1.5 കോടിയായിട്ട് കണക്ക് 60 ലക്ഷം 80 ലക്ഷം 1.5 കോടിയാണ് മേശ. അതിനു വേണ്ടിയാണ് ആ പെൺകുട്ടിയെ കോടതി കയറ്റി ഇല്ലാത്ത ടെൻഷൻ നിർത്തുന്നത്. എന്തിന്? ചെറിയ ജീവിതമല്ലേ ഉള്ളൂ. അപ്പം അതൊക്കെ ചെയ്യുന്നത് മണ്ടത്തരാണ്. ഞാൻ സഖാക്കളോടും പറയാണ്, ഇനിയിപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ് വന്നാൽ അവരോടും പറയാണ് തന്നെ, നിങ്ങൾ ഈ കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി കുടുംബക്കാരൊന്നും ഉപദ്രവിക്കരുത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞു ഞങ്ങൾക്ക് വർഗീയവാദികളുടെ വോട്ട് വേണ്ട നിലമ്പൂർ. അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? വ്യാഖ്യാനം വർഗീയവാദം നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ന്യൂനപക്ഷ വർഗീയവാദികൾ എന്ന് പറഞ്ഞാൽ അവരെ പ്രവൃത്തി കൊണ്ട് മറ്റ് ഇതര സമുദായങ്ങൾക്ക് ജീവിക്കാനുള്ള ബുദ്ധിമുട്ട്, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട്, പിന്നെ ജീവനുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് വർഗീയത കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം എനിക്ക് അർഹതപ്പെട്ട് ഞാനൊരു കാര്യം നേടിയെടുത്തത് വർഗീയതയല്ല. പക്ഷെ നിങ്ങൾക്ക് അർഹതപ്പെട്ടത് ഞാൻ തട്ടിയെടുക്കുമ്പോഴാണ് അത് വർഗീയമാകുന്നത്. ഇപ്പോൾ പിണറായി മുഖ്യമന്ത്രിയുടെ ഒരു മകന് അല്ലെങ്കിൽ ഒരു ബന്ധുവിന് ഒരു ജോലി വാങ്ങിച്ചു കൊടുത്ത് അതൊക്കെ വർഗീയത പോലെ അഴിമതിയാവോ? അല്ല, സ്വാഭാവികമായിട്ടാണ്. അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ രീതിയിൽ സംഘപരിവാറിനോട് ഊപിക്കാവുന്ന തീവ്ര വർഗീയ സ്വഭാവമുള്ള പ്രസ്ഥാനം കേരളത്തിൽ ഇന്ത്യയിൽ ഏതാ ഉള്ളത്? ന്യൂനപക്ഷങ്ങളിൽ. അപ്പോൾ ഇവിടെ എല്ലാ മണ്ഡലം ഈ INL ഉൾപ്പെടെ ജമാഅത്ത് ഇസ്ലാമി, ഞാൻ ജമാഅത്ത് ഇസ്ലാമി പ്രോത്സാഹിപ്പിക്കുക അല്ല പറയുന്നവർ മുഴുവൻ വിഷു ഞാൻ ശരിക്കും പഠിച്ചിട്ടാളല്ല, കേട്ട് പത്തദ്വാരം പറഞ്ഞ കാര്യമുള്ളൂ. ഞാൻ അവരുടെ പിന്നെ തത്വങ്ങളൊന്നും കൂടുതൽ ആഴത്തിൽ പഠിച്ച ഒരാളല്ല. അതിനൊക്കെ നമുക്ക് സമയം കിട്ടില്ല, വേറെ 100 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഈ മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ BJPയും CPM ഒഴിച്ചുള്ള ഏത് പാർട്ടിയായിട്ടും UDF അല്ലെങ്കിൽ കോൺഗ്രസ് നയിക്കുന്ന മുന്നണി സഖ്യത്തിലാകും എന്ന് ഒരൊറ്റ പ്രസ്താവന നടത്തിയാൽ പിന്നെ പിണറായി വിജയൻ ഉൾപ്പെടെ ഒരു സെക്രട്ടറിയും ഒരാളും പിന്നെ വിട്ട് വായി ഓർക്കൂല. നിങ്ങൾക്ക് പറ്റിയ തെറ്റെന്നറിയും. UDF അല്ലെങ്കിൽ കോൺഗ്രസ് തെറ്റ് ബി പ്രാക്ടിക്കൽ അല്ലെന്നുള്ളത് പണ്ട് പറ്റി എത്രയോ നാൾ മുമ്പ് പറഞ്ഞ കാര്യം എന്നറിയോ? അതായത് അടിയന്തരാവസ്ഥക്ക് ശേഷം കോൺഗ്രസ് താഴെ ഇറക്കാൻ വേണ്ടി ജയപ്രകാശ് നാരായൺജിയുടെ നേതൃത്വത്തിൽ ഒരു സംഘടനയില്ല, ഒരു മുന്നണിയില്ല, ഒരു പാർട്ടി, ഓൺലി സിംഗിൾ പാർട്ടി ഉണ്ടാക്കി. അതെന്താണ്? ജനതാദൾ അല്ല, ജനതാ പാർട്ടി. ആ ജനതാ പാർട്ടി രാജ്യം ഭരിച്ചു. അന്ന് ജയപ്രകാശ് നാരായൺ ചോദിച്ച 2 പോയിന്റ് കോൺഗ്രസ്സുകാരെ ലീഗുകാരെ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കാത്തത്? ഈ ഒന്നും അറിയാത്ത പാവം വിഡ്ഢിയായ മൊയ്തീൻ ഷാഖുൽ മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് മനസ്സിലാകത്തത്? അതാണ് പരന്ന വായന വേണം. കതർഷട്ടിട്ട് ചുളിയായിരുന്ന പോരാ, പരന്ന വായന വേണം. നല്ല ചീത്തം പിടിക്കണം. ഞങ്ങൾക്ക് കഴിഞ്ഞ 10-60 വർഷം വായനയും പഠനം ചിന്ത തന്നെയായിരുന്നു. അല്ല സമ്പത്തുണ്ടാക്കലില്ല. ഞങ്ങൾ കൂടെ പഠിച്ചവരൊക്കെ മന്തിയാണ്, കോടീശ്വരന്മാരാണ്. ഞങ്ങളൊന്നും സാധാരണക്കാർ ജീവിക്കണം മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് അവർ ചിന്ത പറയുന്നത്?
അപ്പോൾ എന്താ പറഞ്ഞത്? രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, ഞാൻ ഈ സംഘടനയിൽ ഒരു ഭാരവാഹിത്വം ഏൽക്കില്ല. ജയപ്രകാശ് നാരായൺ ഞാൻ ഏറ്റിട്ടില്ല. മറ്റൊന്ന്, ഇതിൽ കോൺഗ്രസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും ഇതിലുണ്ടാവും. അതും ചെയ്യാണ്ട് സംഘപരിവാറും ഇന്ത്യൻ നാഷണൽ ലീഗ്, അന്ന് ആൾ ഇന്ത്യ ലീഗുണ്ട്, ആൾ ഇന്ത്യ ലീഗും RSS എല്ലാം ഒരു കൂടാരത്തിലായിരുന്നു. ഇവിടെ EMS വടകരയിലേക്ക് BJP സ്ഥാനാർത്ഥികളും എന്താണ് പ്രചരണത്തിന് പോയിട്ടുണ്ട്. ആ സഖ്യം നന്ന്. ഇതിപ്പോൾ കോലീപി എന്നല്ലേ, കോൺഗ്രസ് ലീഗ് BJP എന്ന് കളിയാക്കുന്നില്ല ഇടതുപക്ഷം. അന്ന് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന ഇലക്ഷനിൽ വടകര പോലെ മണ്ഡലങ്ങളിൽ BJPക്ക് വേണ്ടി ഈ EMS ഉൾപ്പെടെ എല്ലാ നേതാക്കളും പ്രസംഗിച്ചത്. അതുകൊണ്ട് ഒരു കുറ്റവാളി എന്ന് പറയാൻ പറ്റുമോ? അന്നത്തെ ബന്ധം അങ്ങനെയാണ്. അങ്ങനെ ഉള്ളപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് AICയുടെ ഭാരവാഹികളും AIC പ്രസിഡന്റും കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അവരെ കാര്യം പറഞ്ഞാൽ മതി. ഇടിച്ചതിന് അരിച്ചൂലവില്ലേ? പിന്നെ ഈ ഇവിടുത്തെ ഭരണകക്ഷി LDFകളുടെ ആപ്പിൽ വീഴില്ല, അടിച്ചിൽ വീഴില്ലേ? എന്താണ് പറയേണ്ടത്? ഒരിക്കൽ കൂടി ഞാൻ പറയണം, ഞാൻ പലവാരും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, കേന്ദ്രത്തിൽ BJP വെച്ചുള്ള ഏത് പാർട്ടിയുമായും മിനിമം പിന്നെ പരിപാടിയുടെ പേരിൽ ഞങ്ങൾ സഖ്യത്തിലാകും, അല്ലെങ്കിൽ സഖ്യത്തിലാകാം. കേന്ദ്രത്തിൽ. സ്റ്റേറ്റിലാണെങ്കിൽ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി വേറെ മാർക്സിസ്റ്റ് പാർട്ടി CPM BJP വെച്ചുള്ള ആരുമായിട്ടും സഖ്യത്തിലാകാം എന്നൊരു പ്രസ്താവന മുഖത്ത് നോക്കി ആത്മാർത്ഥമായി നിങ്ങൾ സത്യത പറഞ്ഞെങ്കിൽ പിന്നെ നിങ്ങൾക്കെതിരെ ഒരു ഊച്ചാളി വരില്ല. ഇത് ചെറിയ കൊച്ചു ഊച്ചാളികളാണ് കോൺഗ്രസ് വിമർശിക്കുന്നത്. ഞാൻ ഇന്ത്യൻ നാഷണൽ ലീഗ് ജമാഅത്ത് ഇസ്ലാമിയുടെ ചോദ്യം ചോദിക്കുന്നുണ്ട്, കോൺഗ്രസ് ചോദ്യം ചോദിക്കുന്നത് അബ്ദുൽ വഹാബ്. പാവം മനുഷ്യൻ, എനിക്കറിയാം, എൻ്റെ സുഹൃത്താണ്. എന്തർത്ഥം? പക്ഷെ അവർക്ക് LDFിനെ നിൽക്കുമ്പോൾ LDFിന് വാദിക്കണം, അവർ കുറ്റം പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ നിലമ്പൂർ വരുമ്പോൾ LDF നേതാക്കൾ വരുമ്പോൾ അവർക്ക് അനുകൂലമായിട്ട് പറയണം, UDF നേതാക്കൾ അവർക്ക് അനുകൂലമായിട്ട്. അതൊന്നും അവരോട് മോശമാണോ കുറ്റാന്ന് പറയില്ല. പക്ഷേ എങ്കിലും ഒരു സ്വല്പമൊക്കെ ഒരു പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ പ്രായമായിരിക്കണം പറയുന്നത്, കുറച്ചൊക്കെ ആത്മാർത്ഥമാണ്. അപ്പം ഇന്ന് BJPയുടെ ഒരു സംഘപരിവാറിൻ്റെ ഒരു നേതാവും നമ്മുടെ ശബരിമലയുടെ ആ പള്ളി പേരൊക്കെ വിട്ടോളെ അല്ല, ഒരു ചർച്ചയിൽ ഒരു കാര്യം പറയാം. ഇന്ത്യൻ നാഷണൽ ലീഗ് രൂപീകരിച്ചത് നേരത്തെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ബാബരി മസ്ജിദിന് ശേഷം മുസ്ലിം ലീഗോട് തെറ്റിപ്പിരിഞ്ഞാണ് ഇബ്രാഹിം സുലൈമാൻ ചേർത്ത് ഇന്ത്യൻ നാഷണൽ ലീഗ് ഉണ്ടാക്കിയത്. അപ്പോൾ മുസ്ലിം ലീഗ് വർഗീയവാദിയോ അല്ലെങ്കിൽ ലേലക്ക് അനുവദിക്കുന്നവരാണോ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല. പക്ഷെ അപ്പോൾ പുള്ളി അത് ഉദ്ദേശിച്ച് മുസ്ലിം ലീഗിനാണ്. മുസ്ലിം ലീഗാണെങ്കിൽ ഓക്കെ, 47 ഉണ്ടായതാണ്. അതിന് ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ 62 പള്ളി പൊളിച്ച ശേഷമാണ് ഉണ്ടായത്. 92 പള്ളി ചേർത്ത് 93 ഒറ്റ ഉണ്ടായത്. അന്ന് ഹർകിഷൻ സിംഗാണ് പേരിട്ട് തന്നെ. അന്ന് ഞാൻ ഡൽഹിയിലുണ്ട്, അതേ പറയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ്സുകാർ ഇത് പ്രത്യേകം പറയണം. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം. അതെന്താണെന്നറിയോ? ഞാൻ 2 പോയിന്റ് പറയുന്നുള്ളൂ, വിട്ടുപോയിട്ട്. ഒന്ന്, ശിവസേന BJPയേക്കാൾ വർഗീയവും തീവ്രവാദവും പിന്നെ പ്രാദേശികവാദവും ഉണ്ടാക്കുന്ന പാർട്ടിയാണ് ശിവസേന. അതെന്ത് ചെയ്തു? പക്ഷേ ബോംബെയിലേക്ക് ഒരുപടി കൊലപാതകങ്ങൾ, ഒരുപടി ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ആ പാർട്ടികൾ നിൽക്കലില്ലാതെയാണ് BJPയുടെ ശല്യം കൊണ്ടാണെങ്കിലും അവർ മാനസാന്തരപ്പെട്ട് വന്നപ്പോൾ കോൺഗ്രസ് മുന്നണിയിൽ ചേർത്ത് ഭരിച്ചു വരും. അന്ന് VM സുധീരൻ ആദർശവാദിയെ VM സുധീരൻ എതിർത്തു. CN സുധീരൻ സാർ എതിർത്ത് ഞാൻ കുറ്റം പറയില്ല. പക്ഷേ ആദർശം മാത്രം പോരല്ലോ, പ്രാക്ടിക്കലായിക്കണ്ടേ. അത് ആ സഖ്യം കുറേ കാലം പോയി. അതുപോലെ ഇന്ന് സെക്രട്ടറി CPM സെക്രട്ടറി പറഞ്ഞ് പഴയ PDP മാനസാന്തരപ്പെട്ടു, മദ്രി സാഹിബാണ് അവശനായി എന്ന് പറഞ്ഞു. ഓക്കെ, നല്ല കാര്യം. അങ്ങനെ മാനസാന്തരപ്പെട്ടു എന്ന് ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് മാനസാന്തരപ്പെടാൻ പാടില്ലേ? മാനസാന്തരപ്പെട്ടു എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്, INA ആൾ ചോദിക്കുന്നത്. പക്ഷേ മാനസാന്തരപ്പെടാന്നൊക്കെ പറഞ്ഞ് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ രീതിയിൽ നമ്മളൊരു ഐഡിയോളജിക്കൽ മാറ്റം വന്നാൽ ആയിട്ട് കൂട്ടുകൂടാം. മറ്റൊരു കാര്യം, അതെന്തുമാത്രം ശരിയുണ്ടെന്ന് അറിയില്ല, എങ്കിലും അഭിപ്രായം പറയാണ്. അങ്ങനെയാണെങ്കിൽ അത് ബുദ്ധിയായിരുന്നു. അതായത് മാർക്സിസ്റ്റ് പാർട്ടി ഒഴിച്ച് BJP ഒഴിച്ച് നോക്കി എല്ലാവരുമായിട്ട് സഖ്യം ഉണ്ടാക്കാമെന്നുള്ള അഭിപ്രായം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുകയാണെങ്കിൽ, UDF പറയുകയാണെങ്കിൽ അത് വലിയൊരു ടെക്നിക്കാണ്, വലിയൊരു വിഷയമാകും. അതുപോലെ എന്തുമാത്രം ശരിയുണ്ടെന്ന് അറിയില്ല, ഒരു മനഃശാസ്ത്ര കൂട്ടായ്മയായിട്ട് പറയാണ്. 1-2 ഒരാഴ്ച ഉള്ളൂ ഇലക്ഷൻ, ഒരു 5 ദിവസം ശേഷം അറിയാൻ പറ്റും. രാത്രി ഒളിവിലൊന്നുമില്ല, പരസ്യമായിട്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവർ കാണാൻ തോന്നില്ല.
ഞങ്ങളുടെ മനഃശാസ്ത്ര കൂട്ടായ്മയിൽ പറയുന്നത്, അങ്ങനെ രാഹുൽ പോയിട്ടുണ്ടെങ്കിൽ പിണറായിയോട് അന്നോട് പറഞ്ഞ പോയിന്റ് ഇതായിരിക്കാം. അതേതാണ്? ഇലക്ഷൻ 2 ദിവസം വരെ, അല്ലെങ്കിൽ വോട്ടെടുപ്പിന് 2 ദിവസം വരെ നിങ്ങൾ ഇതേ സ്റ്റാൻഡിൽ നിന്ന് വിമർശിക്കണം LDFനെ. നിങ്ങൾ UDF ചേർന്ന് LDF വിമർശിച്ചാലും വിലയില്ല. അപ്പോൾ പ്രതിപക്ഷം പറഞ്ഞാൽ തോന്നുള്ളൂ. അപ്പോൾ പ്രതിപക്ഷത്ത് അല്ലാത്ത ഭരണപക്ഷം നിൽക്കുന്ന ആൾ അവിടെ പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ മാറി നിന്ന് തന്നെ നിങ്ങൾ LDF വിമർശിക്കണം. ആ വിമർശനത്തിന് അതിന് അർത്ഥമുണ്ട്. അല്ല നിങ്ങളത് LDFിൽ ചേർന്നിട്ട് UDF ചേർന്ന് പിന്നെ വിമർശനം വിലയില്ല. ഏതുപോലെ അറിയുമോ? ഈ മദനി സാഹിബ് വേലായുധനെ RSS തന്നെ വേലായുധനെ ഒരു പുള്ളിയുടെ മതത്തിൽ ചേർത്ത്, പുള്ളിയുടെ മുസ്ലിം മതത്തിൽ ചേർത്തു. അപ്പോൾ പുള്ളി ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ എന്നോടൊരു RSS അത് പറഞ്ഞു, ഇപ്പം ഞങ്ങൾ രക്ഷപ്പെട്ടു. ബിലാൽ മുഹമ്മദ് എന്ന പേര്. ബിലാൽ മുഹമ്മദ് സ്റ്റേജിൽ കയറി എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് വിഷയമല്ല. പക്ഷേ വേലായുധം കയറി ഹിന്ദുത്വത്തെ അല്ലെങ്കിൽ RSSനെ എതിർത്ത് സംസാരിച്ചാൽ അത് ഞങ്ങൾക്ക് വിഷയം ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുപോലെ LDFിൽ നിന്ന് പോകുന്ന UDF ചേർന്ന അൻവർ പറഞ്ഞാൽ അത് വിലയില്ല. അതിന് പ്രതിപക്ഷം പ്രസംഗിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അത് ചേരാതെ പറയുകയാണെങ്കിൽ LDFിന് വലിയ അടിയാണ്. അങ്ങനെ നിന്നിട്ട് എല്ലാം പറഞ്ഞ് അവസാനം പേരിന് UDFിന് വിമർശിക്കാമല്ലോ. എന്നിട്ട് ഇലക്ഷൻ 2 ദിവസം മുമ്പേ ഐക്യമുണ്ടെങ്കിൽ പിന്തുണ എടുത്തവർ മാറുകയാണെങ്കിൽ വോട്ട് ഏറ്റവും നല്ലതാണ്. അതൊരു ബുദ്ധിയാണ്. അങ്ങനെ ഒരു ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ബുദ്ധിരാക്ഷസൻ ആരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു തത്വജ്ഞാനി ഉണ്ടായിരുന്നെങ്കിൽ, ഒരു രാഷ്ട്രമീമാംസ ഉണ്ടായിരുന്നെങ്കിൽ, അവൻ പറഞ്ഞ് പറയേണ്ടതുമായ ഭാഷയാണ് ഇപ്പോൾ ഞങ്ങളുടെ മനഃശാസ്ത്ര കൂട്ടായ്മ പറയുന്നത്. ഇനി നിങ്ങൾ ചിന്തിക്കാം ഏതാണ് ശരി, ഏതാണ് തെറ്റ്. ഏതായാലും ഇത്തരണത്തിൽ ഈ UDF ജമാഅത്ത് ഇസ്ലാമിയായിട്ടുള്ള ധാരണ വരുമ്പോൾ അത് കുറ്റം പറയുന്നവരും, PDP LDF ആയിട്ട് ധാരണ എത്തുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരും മണ്ടന്മാരെ നിങ്ങൾ മാത്രമല്ല, ബുദ്ധിജീവികൾ. കോൺഗ്രസിനും മുസ്ലിം ലീഗ് നേതാക്കൾക്കും ഒരുപക്ഷെ നിങ്ങളുടെ ഈ എന്താണ് ടെക്നിക്ക് മനസ്സിലാകാതിരിക്കുകയോ അല്ലെങ്കിൽ അതുപോലെ മുഴുവൻ തുറന്ന് പറയാൻ പറ്റാതിരിക്കുകയാണെങ്കിൽ, പക്ഷെ ഞങ്ങൾ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ ആളാണ് മൊയ്തീൻ ഷാഹി ഗ്രൂപ്പും. ഞങ്ങളുടെ അടുത്ത് ഈ അഭ്യാസം നടക്കില്ല. ഞങ്ങൾ ഇന്ന് തികച്ചും UDFന് ശക്തമായി പിന്തുണ കൊടുക്കുകയാണ്. UDF വരേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ട്? UDFിൽ വന്നാൽ മതി. വരുന്ന അസംബ്ലി ഇലക്ഷനിൽ UDFിൽ കേരളത്തിൽ വന്നാൽ മാത്രമേ LDF നിലനിൽക്കുള്ളൂ. അപ്പോൾ LDF നിലനിർത്തേണ്ട ബാധ്യത കൂടി ഞങ്ങൾക്കുണ്ട്. അതാണ് ഇങ്ങനെ പറയുന്നത്. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.